ചങ്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ ഈ റീൽസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഈ സ്ഥലം എവിടെയാണ്, എങ്ങനെയാണ് ഇവിടേക്ക് വരിക എന്നൊക്കെ. അപ്പം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതി. തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണിശ്ശേരി പഞ്ചായത്തിലാണ് കല്ലൂർത്തലൈ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രം അഥവാ കല്ലുത്തിപ്പാറ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഐതിഹ്യങ്ങളും വിശേഷങ്ങളൊക്കെ അമ്പലം സെക്രട്ടറിയായ അനിലേട്ടനോട് ചോദിച്ചറിയാം. ഭയങ്കര പുരാതനമായിട്ടൊരു ക്ഷേത്രമാണ്. ഇതിന്റെ വർഷം പഴക്കമൊന്നും നമുക്കറിയില്ല. അത്രയും പഴക്കമുള്ള ഒരു അമ്പലമാണ്. മൊത്തം കാട് പിടിച്ചിട്ട് ഇനി തകരാവൊന്നുമില്ല, അങ്ങനെ എടുക്കുന്നു. അത് പിന്നീട് നമ്മളെല്ലാരും കൂടിയിട്ട് പുനരുദ്ധാരണം ചെയ്ത് കൊണ്ടതാണ്. അതിലിപ്പോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അന്നും കാൽപാദണ്ട്. മുകളിൽ കാണുന്ന ഒരു കുളം കണ്ടില്ല, ആ കുളമൊക്കെ ഒരു 4 ആൾക്ക് താഴ്ചയുണ്ട്. അതിൽ വെള്ളം ഒരിക്കലും പറ്റില്ല. ആ കുളത്തിന് 4 ആൾക്ക് താഴ്ചയുണ്ട്. 3 അങ്ക് വരെ നമുക്ക് ഇറങ്ങിപ്പോവാം. 3-4 അങ്ക് വരെ നമുക്ക് ഇറങ്ങി നമുക്കിങ്ങനെ ചെല്ലാം. പിന്നെ അവിടെ അങ്ങോട്ട് വെള്ളത്തിന്റെ കിനികൂന് വന്നിട്ട് കാലത്തും പറ്റിയ ചരിത്രമല്ലേ അത്. പിന്നെ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ അമ്പലത്തിന്റെ കൃഷ്ണന്റെ അമ്പലം കണ്ടില്ലേ, അമ്പലത്തിന്റെ തറയൊക്കെ പഴയ അതേ തറ, ആ കല്ലെന്നാണ് അതേപോലെ പീഠല്ല, വീടൊക്കെ പൊട്ടിണ്ടായിരുന്നു. വീടം പൊട്ടി. പിന്നെ കുറെ സാധനങ്ങൾ നമുക്ക് ഈ കിണറ്റിന്ന് കിട്ടി, അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ. പക്ഷെ അത് അന്ന് നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയില്ല. അതിവിടെ വന്നപ്പോ വന്ന ആൾക്കാരും ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞു ഇതൊക്കെ ജഡായി ഇവിടുന്ന് മാറ്റം എന്ന് പറഞ്ഞപ്പോ നമ്മളതൊക്കെ മാറ്റി. അതൊക്കെ കൂടെ സ്റ്റോറി ഉണ്ടായിരുന്നു, നമുക്കൊന്നും അറിയില്ല. ദേവി, പിന്നെ ഉണ്ണിക്കണ്ണൻ, പിന്നെ ഗണപതി, ബാലഗണപതിയാണ്. പിന്നെ അയ്യപ്പസ്വാമി, അതും ബാലരൂപം തന്നെ. മുരുകൻ, അതും ബാലരൂപ. പിന്നെ ഹനുമാൻ സ്വാമിക്കാണ് അവിടെ നമ്മളൊരു കല്ല് വെച്ചിട്ടുള്ളതില്ലേ മുപ്പര്. ഇവിടെ അമ്പലം പണിയെടുത്ത് പറഞ്ഞു സങ്കല്പം. മുപ്പര് ഇവിടെ പറന്ന് നടക്കുന്നത്. എല്ലാ ആൾക്കാരും ഇവിടെ ആകർഷിച്ച് ഇവിടെ കൊണ്ടുവരുന്നതിന്റെ മെയിൻ ആള് ഹനുമാൻ സ്വാമി എന്നാണ്. നമ്മൾ പ്രശ്നം വെച്ചപ്പോ കൂട്ടുകാർ പറഞ്ഞല്ലോ. അപ്പൊ കാരണം ആളാണ് ഈ ലോകം മുഴുവൻ കറങ്ങിയിട്ട് ഇവിടെ ചില വരുന്ന ജനങ്ങളെ കണ്ടെങ്കിൽ നമ്മളിപ്പോ അതിശയിച്ചു പോകും. ഇവിടെ ക്ഷേത്രമൊന്നും ഇല്ലാത്ത കാലത്ത് ഭഗവാന്മാരെ കാത്താടുന്നു, ഭഗവതിനെ കാത്താടുന്ന നാഗങ്ങള് അവരെ നമ്മൾ പുറത്തേക്ക് പ്രദർശിച്ചു. പിന്നെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പൂജകൾ കാര്യങ്ങൾ 2 നേരം പൂജയും കാര്യങ്ങളും. കാലത്ത് 5 മണിക്ക് തുറക്കും. 5 മണി 5:30 തുറക്കും. 5:30 തൊട്ട് 9:30 പറയുന്നത്. ചിലപ്പോ ആൾക്കാരുണ്ടെങ്കിൽ 11 മണിക്കാവും. ആൾക്കാർ പറഞ്ഞനുസരിച്ച് അല്ലെങ്കിൽ 9:30 അടയ്ക്കും. പിന്നെ വൈകിട്ട് 5:30 ടു 7 മണി വരെ. പിന്നെ ചില ഡെയിലി ഭഗവാന് പാലാഭിഷേകം ഉണ്ട്. ഭഗവാനും മുരുകനും ഡെയിലി പാലാഭിഷേകം ഉണ്ട്. അതൊക്കെ നമ്മുടെ അമ്പലത്തിലെ പശുവിന്റെ പാല. നമ്മളെ അമ്പലത്തിന്റെ ഇതിൽ അണ്ടറിൽ ഒരു 6 പശുവിനെ നോക്കുന്നുണ്ട്. ദേവി ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ണികളാണ്. ദേവി അമ്മയുടെ സ്ഥാനത്ത് ഇരുന്നിട്ട് ദേവിക്ക് കളിക്കാനുള്ള മക്കളാണ് ഇവിടെ. ഇവിടെ എപ്പോൾ നോക്കിയാലും കുട്ടികളുണ്ടാവും. കുട്ടികളുടെ ഒരു പ്രത്യേകത അത് ഈ ഭഗവാന്മാരെ എത്തിക്കണമെന്നാണ് പറയുന്നത്. എപ്പോൾ നോക്കിയാലും കുട്ടികളുണ്ടാവും. ഏത് നേരത്തും നോക്കും. ഒരു 4-5 കുട്ടികളെ ഇല്ലാണ്ടിരിക്കില്ല തൊഴാനൊക്കെ. ഒരു മിഠായി നമ്മൾ കൊടുത്താൽ അതിന്റെ ഫലം അവരപ്പം കാണിക്കും. അതാണ് ഇവിടുത്തെ ഏതാനും ഇവിടെ ആൾക്കാർ പറഞ്ഞതിന്റെ ഏറ്റവും കൂടുതൽ. എന്തൊരു ആവശ്യത്തിനും ഭഗവാനെ വിളിച്ചിട്ട് നമ്മൾ എന്ത് അർപ്പണം ചെയ്താലും അതിന് ഫലം ഉറപ്പാണ്. പിന്നെ എല്ലാ കൊല്ലം ഏപ്രിൽ 1ാമത്തെ ഞായറാഴ്ച ഉത്സവം. പിന്നെ അഷ്ടമരോഹിണി ഗംഭീരമായിട്ട് ആഘോഷിക്കും. ഇവിടെ ഡാൻസ് കുടിപ്പിക്കുന്നുണ്ട്. അവര് അടുത്ത അമ്പലത്തിൽ നിന്ന് മൂഴിക്കുളങ്ങര അമ്പലം എന്ന് പറയും. അവിടെ എഴുന്നള്ളിപ്പായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ഗംഭീരമായിട്ട്. പിന്നെ ഈ കാണുന്നത് ഭഗവാന്റെ വൃന്ദാവനാണ്, ഈ മുളങ്കാട്. അവിടെ നമ്മൾ കംപ്ലീറ്റ് ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. അതില് ഊഞ്ഞാലക്കാടി ഭയങ്കര പരിപാടിയാണ്. പിന്നെ അവര് നവരാത്രി ആഘോഷിക്കും. ഏകാദശിക്ക് വെച്ചാല് ഭയങ്കര ആഘോഷമാണ് ഇവിടെ. നമ്മള് എല്ലാവരെ കൊണ്ടും കുടത്തില് പാലൊക്കെ എടുത്തിട്ട് അതൊരു സ്പെഷ്യൽ പൂജയായിട്ട് അവരെ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന സെറ്റപ്പ് മേടിച്ച് 4 പേര് ഭഗവാൻ അഭിഷേകം ചെയ്ത് അതിനും കണ്ടപോകാൻ ആൾക്കാരുണ്ടാവും. അങ്ങനെ എല്ലാ രീതിയിലും. പിന്നെ രാമായണ മാസം ഒരു മാസം ഫുൾ ഉത്സവമായിട്ടാണ്. ഗംഭീര പരിപാടിയാണ്. ഇവിടെ 10-50-60 ആൾ എന്തായാലും ഉണ്ടാവും. വൈകിട്ട് മാത്രം വായിക്കാൻ ആൾ വരും. അത് മറ്റുള്ളടത്തെ പോലെ രാമായണം വായിച്ചു പോരാ, കുറച്ച് വായിച്ച് പിന്നെ അതിന്റെ കഥകൾ, പിന്നെ നാമസംഗീതം, ഭജൻസ് മറ്റന്നാൾ തുടങ്ങും വൈകിട്ട്. അങ്ങനെയാണ് എല്ലാ കാലം മൊത്തത്തില് നല്ല രീതിയിൽ പോണ്. കാലം കൊളുത്തിവെച്ച തിരിനാളം പോലെ കാറ്റിലും വെയിലിലും മഴയിലും മങ്ങാതെ മായാതെ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ശ്രീകൃഷ്ണ പാദമുദ്രയും ദൈവത്തിന്റെ വരദാനം പോലെ ഏതു വേനലിലും പറ്റാത്ത തീർത്ഥക്കുളവും ആരാമം പോലെ മനോഹരമായ മുളങ്കാടുകളും കണ്ണന്റെ വൃന്ദാവനത്തിലെ കാഴ്ചകൾ അവർണ്ണനീയം തന്നെ.